കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കേരളത്തിലെ മുന്നണിയാണ് UDF. ആ UDFിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മാത്രമല്ല ദേശീയ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഗുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അല്ല, ഭയം ഞങ്ങൾക്കല്ല, BJPക്കാണ്. അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ്. അപ്പോൾ CPM-നും BJPക്കും കോൺഗ്രസിന് ഭയമാണ്. വയനാട്ടിൽ രാഹുലിന്റെ റോഡ് ഷോയിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ കൊടികൾ ഒഴിവാക്കിയത് BJPയെ ഭയന്നിട്ടാണോ? മുതിർന്ന കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരൻ മറുപടി പറയുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മറ്റ് ഘടകകക്ഷികളുടെയും പതാകകൾ ഒഴിവാക്കിയിരുന്നു. ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു സംഭവം ആയിട്ട് പറഞ്ഞു കേൾക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? SDPIയുടെ സ്വാധീനം കൊണ്ട് അല്ലെങ്കിൽ SDPI വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ലീഗിനെ പിണക്കാതിരിക്കാൻ അല്ല BJPയെ ഭയന്ന് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് വാസ്തവം? അല്ല, കോൺഗ്രസിന് അങ്ങനെ ആരെയും ഭയക്കേണ്ട ഒരു കാര്യമില്ല. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കേരളത്തിലെ മുന്നണിയാണ് UDF. ആ UDFിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മാത്രമല്ല ദേശീയ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഗുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. പിന്നെ കൊടിയുടെ കാര്യം, കൊടി എനിക്ക് തോന്നുന്നത് ഈ കൊടിക്കല്ലല്ലോ അവിടെ പ്രാധാന്യം, ചിഹ്നത്തിനാണ്. ആ ചിഹ്നം പോലെ പ്രാധാന്യമാണ് സ്ഥാനാർത്ഥി. അപ്പോൾ സ്ഥാനാർത്ഥിയും ചിഹ്നവുമാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ഇത് കാണിച്ചിരിക്കുന്നത്. അത് അല്ലാതെ ഇപ്പം UDF ആണ് ഇലക്ഷൻ മത്സരിക്കുന്നത്, അല്ലെങ്കിൽ ലീഗോ കോൺഗ്രസോ അല്ലെങ്കിൽ RSPയോ അങ്ങനെയല്ല. അപ്പം മുന്നണിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഏതെങ്കിലും ഒരു കൊടി ഹൈലൈറ്റ് ചെയ്തു, ഏതെങ്കിലും ഒരു കൊടി താഴ്ത്തിക്കെട്ടി എന്നുള്ള ചിന്തയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് ഒരു റോഡ് ഷോയ്ക്ക് ഉണ്ടായതിനേക്കാൾ ഏറ്റവും വലിയ മുന്നേറ്റമാണ്, പ്രവർത്തകരുടെ മുന്നേറ്റമാണ് വയനാട് നമ്മളിത് കണ്ടത്. അപ്പോൾ അതുകൊണ്ടത് ഏതെങ്കിലും തൽപര കക്ഷികൾ തീർച്ചയായും ഇങ്ങനെ ഒരു കൊടികളുടെ ഏറ്റക്കുറവിനെ കുറിച്ച് പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടാകാം. അത് ചിലപ്പോൾ മാധ്യമങ്ങളുടെയും ചില പങ്കുകൾ കാണും. പക്ഷെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. ലീഗിന്റെ പ്രവർത്തകര് കൊടിയുമായി വന്നതിന് ശേഷം കൊടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവർ പ്രകടനത്തിൽ പങ്കെടുക്കാതെ തിരിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു. വെറുതെ വടി മാത്രം പിടിച്ചുകൊണ്ടാണ് അവർ ഇവിടെ നടക്കുന്നത് കാണുന്നത്. അതൊരു പക്ഷേ ചിലപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി മാത്രം ഏതെങ്കിലും ആൾക്കാരെ കൊണ്ട് ജയിപ്പിച്ചതായിരിക്കും. കാരണം വടിയായാലും കൊടിയായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. ഇതിനേക്കാൾ അപ്പുറമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം, അല്ലെ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. അപ്പം അതുകൊണ്ട് ഇതിനകത്തൊരു ഇത്തരം ഒരു ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുന്ന ഇതിലിടവെന്നത് കഴിഞ്ഞ 5 വർഷം മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വന്നപ്പോൾ ഒരു പാർട്ടിയുടെ കൊടി മനഃപൂർവ്വം കാണിച്ചുകൊണ്ട്, അത് BJPയുടെ തന്ത്രം തന്നെയാണ്, കാണിച്ചുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കാനൊരു ശ്രമം നടത്തി. അപ്പോൾ ഇത്തവണ അതിനവർക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതിൻ്റെ ഒരു ഖേദമായിരിക്കും, അല്ലെങ്കിൽ നിരാശയായിരിക്കും ഇപ്പോഴ് ലീഗുകാരെ പങ്കെടുപ്പിച്ചില്ല, അല്ലെങ്കിൽ ലീഗിൻ്റെ കൊടിക്ക് പകരം മടിയായിരുന്നു എന്നൊക്കെയുള്ള പ്രചരിപ്പിക്കുന്നത്. ഇതൊന്നും ഞങ്ങൾക്ക് അവിടെ പ്രശ്നമില്ല. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ളതിനേക്കാൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ ശ്രീ രാഹുൽ ഗാന്ധി ജയിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്, BJPയെ ഭയന്നുകൊണ്ടാണോ ഇത് മാറ്റിയതെന്നുള്ള ഒരു ചോദ്യം മറ്റുള്ളവർ ചോദിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടായത് ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അല്ല, ഭയം ഞങ്ങൾക്കല്ല, BJPക്കാണ്. അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ്. അപ്പോൾ CPM-നും BJPക്കും കോൺഗ്രസിന് ഭയമാണ്. കാരണം ഈ അടുത്ത കാലത്തുള്ള ദേശീയ തലത്തിലുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ഏതായാലും ഒരു 400 സീറ്റ്, അതിനേക്കാളപ്പുറം ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയും ജയിക്കാത്ത തരത്തിൽ മുഴുവൻ ഞങ്ങൾ പിടിച്ചടക്കും എന്ന് പറയുന്ന മോഡിയുടെ ആ ശബ്ദം ഇപ്പോൾ ഇടറി, BJPയുടെ ശബ്ദം ഇടറി. ഇപ്പോൾ എവിടെയും BJPയെ കാണാറില്ല. ആകെയുള്ളത് ഈ പണം കൊടുത്തുള്ള അല്ലെങ്കിൽ ഒരു പെയ്ഡ് പ്രവർത്തനങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങൾക്കൊരു വോട്ടും ഒരു നോട്ടും വേണമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കാരണം അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്വീകരിച്ചൊരു നിലപാടാണ്.